ഇന്ന് ഉച്ചയ്ക്ക് എന്താ കറി വെക്കണമെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ പറമ്പിൽ ഒരു മാങ്ങ എൻ്റെ കണ്ണിൽ പെട്ടത് കേട്ടോ. നല്ല മഴയായിരുന്നു, ഒന്നും നോക്കിയില്ല, കുടയും ചൂടി പോയിട്ട് ഞാൻ ആ മാങ്ങ പറിച്ചെടുത്തു. പിന്നെ ഏതൊരു സാധാരണക്കാരനും പെട്ടെന്നും എളുപ്പത്തിലും ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പീസാണ് ഞാൻ നമ്മുടെ ചാനലിൽ കൂടെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഈ മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് ഇങ്ങനെ ചെറുതാക്കി മുറിച്ചെടുക്കുക. പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് ഒരു പിടി തേങ്ങയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ മെമ്പേഴ്സ് കുറവായത് കൊണ്ട് ഞാൻ അളവൊക്കെ കുറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഈ മുറിച്ച് വെച്ച മാങ്ങ ഇതാ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ തേങ്ങ ഉണ്ടല്ലോ, ആ തേങ്ങയും കൂടെ ഇങ്ങനെ വാരി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് 2 കായ് പച്ചമുളകും പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന സാദാ ജീരകമല്ലേ, നല്ല ജീരകം, അത് 1/2 ടീസ്പൂൺ കൂടെയാണ്. അത് രണ്ടും ഇതിലോട്ട് ഇടുന്നത് വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ മിസ്സായി പോയതാണ്. എന്നിട്ട് അല്പം വെള്ളവും ചേർത്തത് ഇങ്ങനെ നല്ലോണം ഫൈനായിട്ട് അരച്ചെടുക്കുക. അരപ്പ് ഞാനൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് ഇതാ ഞാനൊരു ഫ്രൈ പാൻ ഇങ്ങനെ അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ കുറച്ച് മതി കേട്ടോ, നല്ലോണം ഒന്നും വേണ്ട. എന്നിട്ട് വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതാ കടുക് ഇങ്ങനെ നല്ലോണം പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ. കടുക് നല്ലോണം പൊട്ടി തീരാറാകുമ്പോൾ നമുക്കിതിലോട്ട് ഒരു ഐറ്റം കൂടെ വേണം, ചെറിയുള്ളിയാണ്. ചെറിയുള്ളി അരിഞ്ഞൊന്നും എടുക്കണ്ട കേട്ടോ. ചെറിയുള്ളി തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ക്രഷ് എടുത്താൽ മതി. അതായത് നമ്മളൊന്ന് ചതച്ചെടുക്കൂലേ, അങ്ങനെ എടുത്താൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് ഇതാ കടുക് പൊട്ടി തീരാറാകുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ഇതാ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഫ്ലെയിം ലോ ടു മീഡിയം വെച്ചാൽ മതി. ഹൈ ഫ്ലെയിം ഇടുന്ന സമയത്ത് ഈ ഉള്ളിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് വേണ്ടത് 2 നമ്മളെ വറ്റൽ മുളകില്ലേ, ചുവന്ന മുളക്, അതാണ്. അത് 2 ഇങ്ങനെ മുറിച്ചിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ എന്നിട്ട് ഇതും കൂടെ നല്ലോണം മിക്സാക്കി എടുക്കണം കേട്ടോ. ഇതാ ഇപ്പോൾ ഈ 3 കൂടി എണ്ണയിൽ കിടന്നിങ്ങനെ തിളച്ച് മറയുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ഒരു തണ്ട് കറിവേപ്പിലയാണ്. ഇതാ കറിവേപ്പിലയും കൂടെ ഞാൻ ഇതിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഈ 4 കൂടെ എണ്ണയിൽ കിടന്ന് ഇങ്ങനെ ഉരുളട്ടെ കേട്ടോ. നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഫ്ലെയിം ലോയിലിടാൻ നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇനിയിപ്പോൾ നമ്മുടെ കറിക്ക് ലൈറ്റ് യെലോയിഷ് കളർ വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടുതലായിട്ടൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ അതാ ഇത്ര മാത്രം മതി. എന്നിട്ട് ഇതാ നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരൂലേ, കൂടുതലായിട്ടൊന്നും വേണ്ട കേട്ടോ. ഉള്ളി ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ അരപ്പുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണേ. ഇതാ അതിപ്പോൾ നല്ല തിക്നെസ്സോട് കൂടിയല്ലേ ഇരിക്കുന്നത്. നമ്മുടെ കറി കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത്, എന്നാൽ നല്ലോണം വെള്ളവും ആകരുത്. അപ്പോൾ അതാ ഞാൻ കുറച്ച് വെള്ളം കൂടി ഇതിലോട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതാ നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കണേ. അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇതാ നമ്മുടെ മിക്സ് ഇങ്ങനെ നല്ലോണം റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇതിന് കുറച്ചും കൂടെ കട്ടി തോന്നുന്നുണ്ട് എനിക്ക്, ഇത്രയും തിക്നെസ്സിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കൂടി ഇതിലോട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാ കുറച്ച് വെള്ളം കൂടി ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം മിക്സാക്കി എടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ടിട്ടില്ല. ഇങ്ങനെ ഈ മിക്സൊക്കെ ഇതിലോട്ട് ഒഴിച്ചതിന് ശേഷം ഉപ്പിട്ടാൽ മതി കേട്ടോ. ഉപ്പ് നിങ്ങൾക്കറിയാലോ, നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടിട്ട്. ഇപ്പം ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇതിലിട്ടിട്ടുള്ളത്. പിന്നെ നോക്കിയിട്ട് നമുക്കിടാം. ഇത് നല്ലോണം തിളച്ചൊന്നും വരണ്ട കേട്ടോ. നല്ലോണം നമ്മുടെ സാധാരണ മറ്റേ കറിയൊക്കെ വെക്കുന്ന പോലെ നല്ലോണം ഇങ്ങനെ തിളച്ച് മറിഞ്ഞിട്ട് വരും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിൻ്റെ ഈ സൈഡൊക്കെ കണ്ടില്ലേ, അവിടെ നിന്ന് ചെറുങ്ങനെ ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നമുക്ക് ഓഫാക്കാം. ഇതിൽ കറിക്ക് നല്ല യെലോയിഷ് കളറൊന്നുമില്ല കേട്ടോ. അപ്പം വീഡിയോയിൽ എടുത്തിട്ട് അത് കിട്ടാഞ്ഞിട്ടാണ്. ഇത്രയേ ഉള്ളൂ സംഭവം. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ.